ഹലോ ഡിയർ മക്കൾസ്, വെൽക്കം ബാക്ക്. മക്കളെ, നിങ്ങൾ എക്സാമിന് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന ചാപ്റ്ററിലുള്ള ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും അഥവാ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം. ഉറപ്പിച്ചോ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ലൈവിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ മക്കളെ നോക്കാം. മക്കളെ, നിങ്ങൾക്കറിയാം നമുക്ക് ഷാഡോസിനെ കുറിച്ച് അറിയാം അല്ലേ. നമുക്ക് ചുറ്റും ഒരുപാട് രീതിയിൽ ഷാഡോസ് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസമുണ്ട്. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ, മൂൺ ഇൻ ദ എർത്ത് ഷാഡോ. അതായത് നമുക്ക് ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് ആദ്യം പഠിക്കാം, എന്നിട്ട് നമുക്ക് ആരെ പഠിക്കാം, സൂര്യഗ്രഹണം. അപ്പോൾ ലൂണാർ എക്ലിപ്സ് എന്താ നോക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തിട്ട് കണ്ടന്റിലേക്ക് പോവാം. എടാ, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഒരു ഗോളമാണെന്ന് നമുക്കറിയാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ചിത്രം എ ആണോ, ചിത്രം ബി ആണോ? അതായത് ചന്ദ്രൻ പരിക്രമണം ചെയ്ത് ഭൂമിയുടെ നിഴല് ചന്ദ്രന് കിട്ടണം എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക? മക്കളെ, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ വെളിച്ചം വന്നാൽ ഇത് ചന്ദ്രനാണ് കിട്ടുക. അപ്പോൾ ചന്ദ്രൻ്റെ നിഴലിലായിരിക്കും ആരുണ്ടാവുക, ഭൂമി ഉണ്ടാവുക. അപ്പോൾ ചിത്രം എ അല്ല നമുക്ക് വേണ്ടത്, ചിത്രം ബി ആണ് കറക്റ്റ് അല്ലേ. കാരണം എന്താ, സൂര്യൻ്റെ വെളിച്ചം ആർക്ക് കിട്ടുന്നുണ്ട്, ഭൂമിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് എന്ത് വരടാ, ഭൂമിക്ക് ഇവിടെ ഈ ഭാഗത്ത് എന്തുണ്ടാവും, നിഴലുണ്ടാവും. അപ്പം നിഴലുള്ള ഭാഗത്തായിരിക്കും ആരുണ്ടാവുക, ചന്ദ്രൻ. അപ്പം അങ്ങോട്ട് ചോദിച്ചത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിത്രം ബി ആണ്. കാരണം ഞാൻ പറഞ്ഞു എന്താടാ, സൂര്യൻ്റെ വെളിച്ചം വരുന്നു, സൂര്യൻ്റെ വെളിച്ചം ഭൂമിക്ക് തട്ടുന്നു. അപ്പോൾ ഭൂമിയുടെ നിഴൽ ആർക്ക് തട്ടുന്നടാ, ചന്ദ്രന് തട്ടുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ. അപ്പോൾ ഇതുപോലെ എക്സാമിന് 2 പിക്ചർ തന്നിട്ട് അതിലേതാണ് ചന്ദ്രന് നിഴൽ തട്ടുന്നത് എന്ന് ചോദിക്കാം. എന്നാൽ ഇവിടെ തട്ടുന്നത് ആരുടെടാ, ഇവിടെ ഭൂമിക്ക് തട്ടുന്നത് ചന്ദ്രൻ്റെ നിഴലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ചന്ദ്രഗ്രഹണം, ഏതാണ് സൂര്യഗ്രഹണം? അസ്ലം സാർ ഒരു ചിത്രമായി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചന്ദ്രഗ്രഹണം എന്താ നോക്കാം. ഇതാണ് ചന്ദ്രഗ്രഹണം. നോക്കാം, ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. മക്കൾസ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ലൂണാർ എക്ലിപ്സ്, ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത് സംടൈംസ് കം ബിറ്റ്വീൻ ദ സൺ ആൻഡ് മൂൺ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇതിങ്ങനെ ഒരുപാട് വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കണ്ടന്റ് മക്കൾക്ക് കിട്ടിയാൽ മതി. എടാ, അതാ സൂര്യൻ ഇവിടെ എന്തുണ്ടടാ, ഭൂമി ഉണ്ട്. എടാ, സൂര്യൻ്റെ വെളിച്ചം ആർക്ക് കിട്ടും, ഭൂമിക്ക് കിട്ടും. അപ്പോൾ ഭൂമിൻ്റെ നിഴലുണ്ടാവും ആര് മക്കളെ, മൂണ്, ചന്ദ്രൻ. അപ്പം ചന്ദ്രന് എന്തിൻ്റെ നിഴല് കിട്ടും, ഭൂമിൻ്റെ നിഴല്. അപ്പം നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റൂല, ചന്ദ്രനെ കാണാൻ പറ്റൂല. കാരണം ഇവിടെ ഭൂമിൻ്റെ നിഴലുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ എന്തായിരിക്കും, ഇരുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആരെ കാണാൻ പറ്റില്ല മക്കളെ, ചന്ദ്രനെ കാണാൻ പറ്റില്ല. മറക്കോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അതുപോലെ തന്നെ ഭൂമി, അതുപോലെ തന്നെ ചന്ദ്രൻ, ഇവർ നേർരേഖയിൽ വരുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ തട്ടും. അപ്പോൾ ഭൂമിയുടെ നിഴൽ ആർക്ക് തട്ടും, ചന്ദ്രന് തട്ടും. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റില്ല മക്കളെ, പറ്റില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ആളെ കൊടുക്കല്ലേ. ഇവനാണ് ഷോനുമോൻ ഇവിടുന്ന് നോക്കുമ്പോൾ ആരെ കാണാൻ പറ്റുന്നില്ല, ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. കാരണം ഭൂമിയുടെ ഈ ഭാഗത്തൊക്കെ എന്ത് വരുന്നുണ്ടടാ, നിഴൽ വരുന്നുണ്ട്. അങ്ങക്കറിയാം, നിഴലെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും നിഴലുണ്ടാവുക എന്നൊക്കെ എൻ്റെ മക്കൾ പഠിച്ചതാണ്. സെറ്റാക്കണം. ഇനി മക്കളെ അടുത്തതാണ് ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും. അതായത് നമ്മളെ സോളാർ എക്ലിപ്സിലേക്കാണ് പോകുന്നത്. എന്താ മക്കളെ സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതാണ് സൂര്യഗ്രഹണം. സംഭവമൊന്നുമില്ല മക്കളെ, ശ്രദ്ധിച്ചോളി. എടാ, സൂര്യൻ്റെ അതായത് ഈ മൂണിങ്ങനെ കറങ്ങി ഇങ്ങനെ എത്താറുണ്ട്. അത് കറങ്ങി ഇടക്ക് ഇവരുടെ നേർരേഖയിൽ എത്തുന്ന സമയത്ത് സൂര്യഗ്രഹണം ഒന്നും ഉണ്ടാവുമോ? ഇല്ല, ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ചന്ദ്രൻ ഇടക്ക് ഈ സൂര്യൻ്റെ നേരെ വരുന്ന സമയത്ത് സൂര്യൻ വെളിച്ചം ഇങ്ങോട്ട് കടത്തിവിടും. സൂര്യൻ വെളിച്ചം കടത്തി വിട്ടുമ്പോൾ അത് ചന്ദ്രന് കിട്ടും.
അപ്പം ചന്ദ്രൻ അവിടെ മറച്ചു വെക്കും. കാരണം ചന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പം ചന്ദ്രൻ്റെ നിഴൽ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഷുട്ടുമോൻ ഇവിടെ ഉണ്ട്. ഷുട്ടുമോൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഷുട്ടുമോൻ ആരെ കാണാൻ കഴിയുന്നില്ല? സൂര്യനെ കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെ ആരുണ്ടടാ? ചന്ദ്രനുണ്ട്. അപ്പം ചന്ദ്രൻ്റെ നിഴൽ അവിടെ തട്ടുന്നുണ്ട് ഭൂമിക്ക്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് സൂര്യനെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. സൂര്യഗ്രഹണമായിരിക്കും അന്ന് സംഭവിക്കുക. എല്ലാ ദിവസവും സൂര്യഗ്രഹണം സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ കറങ്ങി എന്തെങ്കിലും നേർരേഖയിൽ വരുന്ന സമയത്താണ് സംഭവിക്കുക. ക്ലിയർ അല്ലേടാ? അപ്പോൾ പഠിച്ചു വെക്കുക. ഇതാണ് സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് സൂര്യൻ ഇങ്ങനെ പ്രകാശം കടത്തി വിടുമ്പോൾ നേർരേഖയിലാണ് ചന്ദ്രൻ ഉണ്ടാവുക. അപ്പോൾ ചന്ദ്രൻ തട്ടുമ്പോൾ ചന്ദ്രനെ നീലയ്ക്ക് തട്ടും ഭൂമിക്ക് വരുമ്പോൾ ഭൂമിയിലുള്ള നമുക്ക് ചന്ദ്രൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ കാണാൻ കഴിയില്ല? സൂര്യനെ കാണാൻ കഴിയില്ല. അതാണ് മക്കളെ സൂര്യഗ്രഹണം. പിന്നെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്തായാലും വന്നിരിക്കും. പിന്നെ ഒരു എക്സാമിന് വന്നിട്ടുണ്ട്, നമുക്ക് എക്സ്റേ വെച്ചിട്ട് നോക്കാൻ പറ്റുമോ? നിങ്ങൾ എക്സ്റേൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ വെച്ചിട്ട് സൂര്യഗ്രഹണം നോക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമ്മളെ കണ്ണിന് അത് കേടാണ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സോളാർ ഫിൽട്ടർ സ്പെക്സോ അതിനുമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണടകളോ അല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ടറോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസിങ് ടെലിസ്കോപ്പ്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ പഠിച്ചു വെക്കുക. നമ്മളിന്ന് പഠിച്ചത് എന്താടാ? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പഠിച്ചു പോകണം. ഇത് എക്സാമിന് എന്തായാലും വരുന്നതാണ്. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം ആർക്ക് തട്ടുടാ? ചന്ദ്രന് തട്ടും. അപ്പം ചന്ദ്രൻ്റെ നിഴലിൽ നമുക്ക് ഭൂമിയിലുള്ള ആരെ കാണാൻ പറ്റൂല? സൂര്യനെ കാണാൻ പറ്റൂല. അപ്പം അവിടെ എന്ത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണമാണ്. എന്നാൽ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം ആർക്കാണ് വരിക? ഭൂമിക്കാണ് വരിക. അപ്പോൾ ഭൂമീൻ്റെ നിഴൽ ആർക്ക് തട്ടും? ചന്ദ്രന് തട്ടും. അപ്പം ചന്ദ്രനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റൂല. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചന്ദ്രഗ്രഹണമാണ്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രനായിരിക്കും ഇടയിൽ വരിക. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയാണ് ഇടയിൽ വരിക. മക്കൾ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. മക്കൾ സെറ്റാക്കി പഠിക്കുക. മക്കൾ ഇതിന് ലൈവും കാര്യങ്ങളും ക്വസ്റ്റ്യൻസുകളൊക്കെ അസ്ലം സർ ഡിസ്കസ് ചെയ്യും. മക്കൾ പഠിച്ച് സെറ്റാക്കണം. അപ്പോൾ എക്സാം പൊളിക്കല്ലേ? അപ്പോൾ മക്കളെ സെറ്റാക്കുക. മക്കളെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സെറ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ സെറ്റ് ഒരു ഹാർട്ട് ബീറ്റ് അടിക്കുക. ഓക്കെ, സീ യുടാ, ബൈ.